ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് പുറത്ത് പോയി നോമ്പ് തുറന്നിട്ട് വന്നാലോ? ഒരു 5-5 ടൈപ്പിലാണ് നമ്മൾ തീരുമാനം എടുത്തത്. നമുക്കിന്ന് പുറത്ത് പോയി നോമ്പ് തുറക്കാമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ദേ വണ്ടി കയറി പോവുകയാണ് എങ്ങോട്ട്? അങ്കമാലി സൽക്കാരയിലേക്ക്. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി മഴയൊക്കെ കിട്ടി. മഴ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴാണ് നമ്മളൊരു കാര്യം അല്ലെങ്കിൽ എന്തായാലും പോണ വഴിക്ക് ബാങ്ക് കൊടുക്കുക. അപ്പോൾ നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടത്. അങ്ങനെ ദേ നമ്മൾ അനിയമ്പള്ളി പോയി എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടിയ പാടെ ഞാൻ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എന്തൊക്കെ തുറന്നു നോക്കി. അങ്ങനെ മലയാറ്റൂർ പാലം കയറി പാലത്തിൽ നിന്നുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് നമ്മളൊരു കാര്യം അല്ലെങ്കിൽ പഠിച്ചതിനെ ബാങ്ക് കൊടുത്തല്ലോ എന്ന്. അങ്ങനെ ഒരു ഈത്തപ്പഴവും ഒരു കട്ട്ലേറ്റ് ഇച്ചിരി വെള്ളം കൂട്ടി ഞാൻ അങ്ങ് നോമ്പ് തുറന്നു. ബാക്കി നമുക്ക് സൽക്കാരയിൽ എത്തിയിട്ട് വേണമല്ലോ കഴിക്കാൻ, അതിനാണല്ലോ ഈ പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ മുമ്പിൽ കൂടെ ഉണ്ട് പോണത്. അപ്പോൾ എത്ര വട്ട് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എയർപോർട്ടിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എന്തങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ നമ്മളിതേ സൽക്കാരയിലെത്തി. സൽക്കാരം ചെന്നകത്ത് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ വാഷ്റൂമിൽ കൈ കഴുകാൻ വേണ്ടി കയറിയപ്പോൾ ഒരു അടിപൊളി മിറർ. ഇപ്പം മിറർ കണ്ട് നമ്മൾ വെറുതെ വിടുകയില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ കുടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ചായ ഓർഡർ ചെയ്ത് വന്ന് ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ഓർഡർ ചെയ്ത് മട്ടൻ സൂപ്പ് എത്തിയിട്ടുണ്ടായി. അങ്ങനെ മട്ടൻ സൂപ്പ് കുടിച്ച് പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. അടിപൊളി സൂപ്പാണ്. സാധാരണ സൂപ്പിലൊക്കെ കോൺഫ്ലവറും പിന്നെ എന്താ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മട്ടൻ സൂപ്പിൽ അങ്ങനെയൊന്നുമില്ല. സാധാരണ നോർമൽ സൂപ്പാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു. നൂൽ പൊറോട്ട ഉണ്ടായിരുന്നു, നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പ്രോൺസ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് പാത്രത്തിലിട്ട് നല്ല വിശപ്പാണല്ലോ, കഴിക്കാൻ നോക്കിയപ്പോൾ വായിലേക്കേ വയ്ക്കാൻ പറ്റില്ല. എന്തേ നല്ല ചൂട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂന്തൽ ഫ്രൈ വന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഫ്രൈ ഒക്കെ വന്നു. അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അതാ കാണണ്ട അജ്ഫാൻ. അപ്പോൾ പിന്നെ കയറാണ്ട് പോയാൽ മോശമല്ല. അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടി അവിടെ കയറി എന്തൊക്കെയോ തിരഞ്ഞ് ഒരു പൊതിയായിട്ടാണ് തിരിച്ച് പുറത്തിറങ്ങിയത്. അങ്ങനെ വന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ അതെ ഇതാണ് ഞാൻ മേടിച്ച സാധനം. ആ സാധനം അപ്പം തന്നെ ഞാൻ എടുത്ത് പൊട്ടിച്ചിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ എനർജി ഡ്രിങ്കാണ് എൻ്റെ അനിയൻ മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഈ ഒരു മിഠായി, ഇത് നമ്മുടെ അനിയൻപിള്ളിയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അങ്ങനെ അതും മേടിച്ച് നമ്മളിതൊക്കെ കഴിച്ച് നേരെ പോവാണ് എങ്ങോട്ട്? വീട്ടിലോട്ട്. വയറ് ഫുള്ളായിരിക്കും. പോണ വഴിക്ക് ഒരു സോഡ സർബത്ത് കുടിക്കുന്നുണ്ടായി, പക്ഷേ കുടിച്ചില്ല. എന്തുകൊണ്ട്? വണ്ടി നിർത്തിയില്ല. നേരെ എല്ലാവരും ആവശ്യതയായിരുന്നു. അങ്ങനെ ദേ നമ്മൾ വീടെത്തി ഞാൻ ഓടി അകത്ത് കയറി നേരെ പോയത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി എടുത്ത് വെള്ളം കുടിച്ച് കുടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇരിക്കണോ നല്ല അടിപൊളി നാടൻ മാങ്ങപ്പഴം. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡാഡിക്കുൾ എന്നെ അവിടെ നിന്ന് ട്രോളുന്നുണ്ട്. അതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന ഒരു കുളി വാസാക്കി. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നല്ലേ, അപ്പോൾ കുളിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ബോഡി വൈബ്സിൻ്റെ ഈ റോളർ ഇത് അടിപൊളിയാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ ഒട്ടും വയ്യ. പിന്നെ നമ്മൾ ബോഡി ലോഷനൊക്കെ വെച്ച് അന്ന് കിടന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.